വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിന് ചെറിയ മധുര പ്രതികാരം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായി MLA ഓഫീസ് നോക്കിയൊരു കെട്ടിടം ഇവിടെയാണ്. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഓഫീസ് എടുക്കാൻ തീരുമാനിച്ചിട്ട് പരിസരത്താണ് കൊണ്ടുപോയത്. എല്ലാം തീരുമാനിച്ചിട്ട് പോയപ്പോഴാണ് അതിൻ്റെ തലേ ദിവസം അത് എഗ്രിമെൻ്റായി പോയി എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ആദ്യം കണ്ണുവെച്ചൊരു സ്ഥലമായിരുന്നു ആ ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴി ഒന്ന് ഈ ഓഫീസ് നോക്കാൻ വരുമ്പോൾ തന്നെ ആ സ്വീറ്റ് ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി വന്നിട്ട് വന്നിട്ട് കാര്യമൊക്കെ കൊള്ളും, ഉദ്യോഗമൊക്കെ കൊള്ളാം, ഈ റോഡ് എന്തെങ്കിലും കിടക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും പിന്നീട് അനുവിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും സഹോദരനുമായ പ്രശോഭിൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദം. കാരണം ഒരു വാർഡിലേക്ക് 20 ലക്ഷം രൂപ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. മുനിസിപ്പാലിറ്റിക്ക് വലിയ പൈസയൊക്കെ ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാർക്കും വലിയ പൈസയുണ്ട്. ഒരു വർഷമൊക്കെ 3-4 കോടി രൂപയൊക്കെ ചിലവാക്കുന്ന ആളുകളുള്ളൊരു വാർഡിൽ തന്നെ. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് ഈ 107 വാർഡിലേക്കും കൂടെ ആകെ 5 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വാർഡ് വെക്കുക എന്നുള്ളൊരു വലിയ പ്രയത്നമാണ്. അതായത് അനുവിൻ്റെയും പ്രശോഭത്തിൻ്റെയൊക്കെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് മറ്റൊന്നിലേക്ക് മാറ്റാൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള നിരവധി കൗൺസിലർമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ഒരു 5 വർഷ പൂർത്തീകരണം കൂടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെയും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലുള്ള അനുവടക്കമുള്ള എല്ലാ കൗൺസിലർമാരുടെയും ഒരു 5 വർഷ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. 5 വർഷക്കാലം കൗൺസിലർമാരെന്ന നിലയിൽ ഇവരെല്ലാവരും അവരവരെ ജയിപ്പിച്ചു വിട്ട പ്രദേശങ്ങളോട് വലിയ പ്രതിബദ്ധത വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അവരെല്ലാവരും നന്നായി നിറവേറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുവിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ വാർഡിനെ മുന്നോട്ട് പോയത്. അതിന് അനുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ പ്രദേശത്ത്, അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും എല്ലായിടത്തും രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വികസനം ചെയ്യാൻ കഴിയണം. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ അവർ നമ്മുടെ എല്ലാത്തിനും എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ രീതിയിലും കണ്ടമാനം പൈസ കൊണ്ടുപോയിട്ടില്ല അറിയാം. എന്തിനും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി ഞാൻ രണ്ടുപാട് സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിൻ്റെ മാന്യനായ എല്ലാവർക്കും വേണ്ട ഒരുപാടിൻ്റെ കൗൺസിലറായിട്ടുള്ള